ഒമാനിലെ മസ്കറ്റിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഞങ്ങൾ ഒമാനിലെത്തിയിട്ട് ഇത് 3-ാം ദിവസത്തിന്റെ ഉച്ച കഴിഞ്ഞ നേരമാണ്. നല്ല വിശപ്പുണ്ട്. പോകുന്ന വഴിക്ക് ഒരു നല്ല റെസ്റ്റോറന്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഡോക്ടർ യൂസഫ് കൊണ്ടുപോകുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ്. ഒമാന്റെ പതാകയുമായി നിൽക്കുന്ന പല മന്ദിരങ്ങൾ. ഈ പ്രദേശം മുഴുവൻ മിനിസ്ട്രികളാണ്. ഈ കാണുന്നതാണ് ഒമാന്റെ ആഭ്യന്തര മന്ത്രാലയം, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മിനിസ്ട്രി. ഈ കെട്ടിടവും ഒരു മന്ത്രാലയത്തിൻ്റെത് തന്നെയാണ്. ഇക്കാണുന്നത് ആരോഗ്യ മന്ത്രാലയം. ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം ഡോക്ടർമാരും നഴ്സുമാരും ജോലി ചെയ്യുന്ന നാടാണല്ലോ ഒമാൻ. അടുത്തതായി ഈ കാണുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് മിനിസ്ട്രിയാണ്. ഇതാകട്ടെ മിനിസ്ട്രി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആണ്. അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. രാജ്യഭരണവുമായി ബന്ധപ്പെട്ട കാര്യാലയങ്ങളും മറ്റുമാണ് ഈ ഭാഗത്ത് കൂടുതലായുള്ളത്. സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിന്റെ സമീപത്തുകൂടി കടന്നു പോവുകയാണ് ഇപ്പോൾ. ഇന്ന് രാവിലെ ഞാനത് വിശദമായി ചിത്രീകരിച്ചതാണ്. വ്യത്യസ്തമായ ഡിസൈനും ആർക്കിടെക്ചറൽ ശൈലിയുമുള്ള കെട്ടിടങ്ങൾ, ഹൈപ്പർ മാർക്കറ്റുകൾ. മസ്കറ്റിന്റെ ആധുനിക ഭാഗങ്ങളാണിതെല്ലാം. തലങ്ങും വിലങ്ങും ഹൈവേകൾ, അതിനു മുകളിൽ കൂടി ഫ്ലൈ ഓവറുകൾ. ഇക്കാണുന്നത് ഒമാന്റെ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻസ് ആണ്. അത് കഴിഞ്ഞ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻസും വ്യത്യസ്തമാണ്. അത് കഴിഞ്ഞ് വീണ്ടും പോകുമ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ലേബർ മിനിസ്ട്രിയാണ്. തൊഴിലാളികളെ അന്യരാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതും അവരുടെ ക്ഷേമകാര്യങ്ങളുമൊക്കെ ഇവിടെയാണ് തീരുമാനിക്കപ്പെടുന്നത്. കാഴ്ചകൾ അങ്ങനെ കണ്ടുപോകുമ്പോഴും ഞങ്ങൾ 3 പേർക്കും നല്ല വിശപ്പുണ്ട്. പഴയൊരു കോട്ട പോലെ തോന്നുന്ന ഒരു വമ്പൻ കെട്ടിടമുണ്ട് ഇവിടെ. അതിനു മുന്നിൽ ഡോക്ടർ യൂസഫ് കാറ് കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെന്ന്. ഇതെന്താണ് സ്ഥാപനമെന്ന് ചോദിച്ചു. റോസ്ന എന്ന ഒരു ഗംഭീര റെസ്റ്റോറൻ്റാണ് ഇത്. തനത് ഒമാനി വിഭവങ്ങൾ മാത്രം വിളമ്പുന്ന ട്രഡീഷണൽ ഒമാനി ശൈലിയിലുള്ള ഒരു കെട്ടിടം. പഴയ ഒരു കോട്ട പോലെ തന്നെയുണ്ട്. ഡോക്ടർ ഷാഫിയും ഡോക്ടർ യൂസഫും മുൻപേ നടന്നു. ഞങ്ങളെല്ലാവർക്കും ഉത്സാഹമായിരിക്കുന്നു. ശരിക്കുള്ള ഒമാനി ആംബിയൻസിൽ തന്നെ ഒമാനി ഭക്ഷണം കഴിക്കാം. ഇവിടെ വന്നിട്ട് ഞാൻ കഴിച്ചത് മുഴുവൻ ഒമാനി ഫുഡാണ്. ദുബായിയിൽ വന്ന ആദ്യ ദിവസം കേരളീയ ശൈലിയിലുള്ള സദ്യ ഉണ്ടതൊഴിച്ചാൽ പിന്നെയെല്ലാം അറബി വിഭവങ്ങൾ തന്നെയായിരുന്നു. അതിമനോഹരമായ അകത്തളമാണ് റോസ്നയുടേത്. നടുമുറ്റം പോലെ ഒരു ഭാഗമുണ്ട്. എയർ കണ്ടീഷൻഡാണ്. സുഖകരമായ അകത്തളം. ഞങ്ങൾ ഒരിടത്തിരുന്നു. ഓർഡർ എടുക്കുന്നവർ വരുന്നതുവരെ ഞാൻ റോസ്നയുടെ ഉൾവശം ഒന്ന് ശരിക്കു കണ്ടു. റെസ്റ്റോറന്റിനു വേണ്ടി തന്നെ കൂറ്റനൊരു കെട്ടിടം, നല്ല സ്ഥല സൗകര്യം, പല നിലകൾ. പ്രൈവറ്റ് റൂമുകൾ വേണമെങ്കിൽ അതുമുണ്ട്. അല്ലെങ്കിൽ വലിയ ഹാളിൽ നിരന്നിരിക്കാം. ഇങ്ങനെ എല്ലാ ഫെസിലിറ്റികളുമുണ്ട്. കോറിഡോറിൽ നിന്ന് പ്രൈവറ്റ് റൂമുകളിലേക്ക് കയറാം. ഇത് ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകൾക്കിരിക്കാനുള്ള സ്ഥലമാണ്. അതായത് കുടുംബമായൊക്കെ വരുന്നവർക്ക് ഇതിനകത്തിരിക്കാം. അവർ ട്രഡീഷണൽ ശൈലിയിൽ നിലത്തിരിക്കണം. പരവതാനി വിരിച്ച് കുഷ്യനൊക്കെ ഇട്ട് ഒരുക്കിയിരിക്കുന്നു. 10-12 അംഗങ്ങളുള്ള കുടുംബങ്ങളൊക്കെ വന്നാൽ ഇത്തരം ഓരോ മുറിയിലാണിരിക്കുക. മെയിൻ ഹാളിന് ചുറ്റോടു ചുറ്റും ഇത്തരം മുറികളുണ്ട്. ആളുകൾക്ക് പ്രൈവറ്റായിരുന്നും ഭക്ഷണം കഴിക്കാം. ഇത് മജ്ലിസ് ഹാളാണ്. അവിടെ ആളുകൾ വെടിവെട്ടവുമായിട്ടൊക്കെ ഇരിക്കും. നടുമുറ്റത്തൊരു ഭാഗത്ത് 2 സ്ത്രീകൾ നിന്ന് അപ്പം ചുടുന്നുണ്ട്. അതായത് ഒമാനി ബ്രെഡ്, റഗാഗ് എന്ന അപ്പം. ഒമാനിലെ ഒരു വഴിയോരക്കടയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഞാനിത് കഴിച്ചിരുന്നു. അത് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. മുട്ട ചേർക്കാതെയും ഉണ്ടാക്കാം. നല്ല രസമാണ് കഴിക്കാൻ. നെയ്റോസ്റ്റ് പോലെ ഇരിക്കും. അരിമാവിന് പകരം മൈദയും ഗോതമ്പ് മാവും കൊണ്ടാണ് ഇതുണ്ടാക്കുന്നതെന്ന് മാത്രം. അതുണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. നല്ല പശുമയുള്ള മാവ് കുഴച്ച് ഉണ്ടയാക്കി വെക്കും. എന്നിട്ട് അത് ഈ കല്ലിൽ കൂടി ഒന്ന് ഉരുട്ടും. ഈ സമയം മാവ് നേർമയോടെ കല്ലിൽ പറ്റിപ്പിടിക്കും. കല്ലിൽ ഇത് പറ്റിച്ചു കഴിഞ്ഞാൽ തീ ഒന്ന് കൂട്ടിവെക്കുന്നു. ഗോതമ്പും പശയ്ക്ക് വേണ്ടി അല്പം മൈദയും കൂടി ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. നെയ്യ് ഇതിന്റെ പുറത്തും ഒഴിക്കുന്നുണ്ട്.
നെയ്റോസ്റ്റ് തന്നെ, അരി കൊണ്ടുള്ളതല്ലെന്ന് മാത്രം. പിന്നെ അതിങ്ങനെ പൊളിച്ചെടുക്കാം. തിന്നാൻ മാത്രമല്ല, ഇതുണ്ടാക്കുന്നത് കണ്ടു നിൽക്കാനും രസമാണ്. ഇതൊക്കെ നമുക്ക് മലയാളികൾക്ക് എന്തുകൊണ്ട് വീട്ടിൽ ഉണ്ടാക്കിക്കൂടാ എന്ന് എനിക്ക് തോന്നി. ലളിതമായി ഉണ്ടാക്കാവുന്ന നല്ല വിഭവങ്ങളാണ്. ഇതിലിത്തിരി മിൽക്ക് മെയ്ഡോ ന്യൂട്ടെല്ലയോ പുരട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്കും നന്നായി ഇഷ്ടപ്പെടും. ഞാൻ അതെല്ലാം ഷൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇവർ രണ്ടുപേർ മെനു പഠനത്തിലാണ്. എന്ത് വിഭവം വേണം എന്നാണ് അന്വേഷണം. ഈ പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കാൻ സമയമെടുക്കും. നമുക്കെന്താണ് വേണ്ടതെന്ന് വെയിറ്ററോട് പറയാം. എന്നാൽ പിന്നെ ബിരിയാണി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവിടുത്തെ തനത് ബിരിയാണി, കൂടാതെ ഒമാനിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആടുവിഭവവും, പിന്നെ പറ്റുമെങ്കിൽ ഒട്ടക ഇറച്ചിയും വേണം. അതെല്ലാം ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് ആദ്യം കുടിക്കാനായി ജ്യൂസ് കൊണ്ടുവന്നു. അത് കുടിക്കുമ്പോഴേക്കും സലാഡ് എത്തി. പച്ചമാങ്ങ സലാഡാണിത്. പച്ചമാങ്ങ കൊണ്ട് ഇത്രയും സ്വാദോടെ സലാഡ് ഉണ്ടാക്കാമെന്ന് ഇത് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതീവ രുചികരമാണ്. അടുത്തതായി ഒരു ബിരിയാണി എത്തി. പിന്നെ ദം ബിരിയാണി പോലെ കുടത്തിനകത്തെ ബിരിയാണിയും. രണ്ടും മട്ടൻ ബിരിയാണിയാണ്. ഈ വന്നത് ക്യാമൽ മീറ്റാണ്, ഒട്ടക ഇറച്ചി വിഭവം. അറബി നാട്ടിൽ വന്നാൽ അതും കഴിക്കണമല്ലോ. അങ്ങനെ ക്യാമൽ മീറ്റ്, ആടുവിഭവങ്ങൾ, ദം ബിരിയാണി, ഒമാനി ബ്രെഡ്, സലാഡ് എന്നിവയൊക്കെ നിരന്നു. ദം ബിരിയാണിയുടെ മൂടി ഡോക്ടർ യൂസഫ് തുറന്നു. നല്ല ഗന്ധം പരന്നു. നമ്മുടെ നാട്ടിലെ ദം ബിരിയാണി പോലെ തന്നെ, അതേ ടേസ്റ്റുമാണ്. വേറൊരു വിഭവം കൂടി വന്നിട്ടുണ്ട്. ഇത് ഷുവ എന്ന ആടുവിഭവമാണ്. അത് എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് ഡോക്ടർ യൂസഫ് പറഞ്ഞു തന്നു. നമ്മുടെ നാട്ടിൽ കരിമീൻ പൊള്ളിക്കുന്നത് പോലെ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് പൊള്ളിച്ചെടുത്ത മട്ടൻ, ഷുവ. അടുത്തത് മട്ടൻ ബിരിയാണി. അതും നല്ലതായിരുന്നു. നമ്മുടെ കോഴിക്കോട്ട് കിട്ടുന്ന മട്ടൻ ബിരിയാണി എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെയുണ്ട് ഇതും. ഞങ്ങൾ എല്ലാ വിഭവങ്ങളോടും നീതി പുലർത്തി. എല്ലാം ഗംഭീര വിഭവങ്ങൾ തന്നെയായിരുന്നു. നല്ല സമയമെടുത്താണ് ഞങ്ങൾ വിഭവങ്ങൾ ആസ്വദിച്ചത്. ഈ സമയം വരെ കഠിനമായ ചൂടിലൂടെ നടന്നുള്ള ചിത്രീകരണമായിരുന്നു. അതിന്റെ ക്ഷീണമൊക്കെ മാറിയിരിക്കുന്നു. റെസ്റ്റോറന്റിൽ നിന്നിറങ്ങി. സമയം 3 മണിയായി. ഞങ്ങൾക്കിന്ന് ഇവിടുത്തെ പരിപാടികൾ അവസാനിപ്പിക്കണം. മസ്കറ്റിൽ നിന്ന് മടങ്ങുകയും വേണം. പലതരം കാറുകൾ നിരന്നു കിടക്കുന്നു. ഏറ്റവും പുതിയ തരം കാറുകളുടെ ഒരു ഘോഷയാത്രയാണ് നമ്മൾ ഗൾഫ് നാടുകളിലേക്ക് ചെന്നാൽ കാണുന്നത്. ഇന്ത്യയിലില്ലാത്ത വണ്ടികൾ. ഇത് ജട്ടൂർ എന്ന കമ്പനിയുടെ ഏറ്റവും പുതിയ മോഡൽ കാറാണ്. ചൈനീസ് കമ്പനിയാണ് ജട്ടൂർ. SUV ആണിത്. ലാൻഡ് ക്രൂസറിനേക്കാൾ പകിട്ടോടെ അങ്ങനെ നിൽക്കുന്നു. ഇതൊന്ന് നാട്ടിൽ കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി. ഒരു പൗരുഷഭാവത്തോടെ നിൽക്കുകയാണ് ജട്ടൂർ വണ്ടി. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഇവനെ. ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനി അധിക സമയം ഡോക്ടർ യൂസഫ് ഞങ്ങളുടെ കൂടെയില്ല. കെട്ടിടങ്ങളുടെ ആർക്കിടെക്ചർ വൈവിധ്യം ഏറ്റവും കാണാനാവുക ഗൾഫ് നാടുകളിലാണ്. പുതുമയുള്ള പരീക്ഷണങ്ങൾ. പല ഇന്റർനാഷണൽ കമ്പനികൾ ഡിസൈൻ ചെയ്യുന്നത് കൊണ്ടാവാം എല്ലാറ്റിനും ഒരു തനതായ ക്യാരക്ടറുണ്ട്. ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചിറങ്ങിയ റെസ്റ്റോറന്റ് പോലും അങ്ങനെയായിരുന്നല്ലോ. ഇവിടെ ഇനി 1-2 നല്ല കാഴ്ചകൾ കൂടിയുണ്ട്. അങ്ങോട്ട് പോവുകയാണ്. വെളിമ്പറമ്പുകളെല്ലാം മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത്തരം രാജ്യങ്ങൾക്കെല്ലാം ഈ ലാൻഡ്സ്കേപ്പിങ്ങിനും സസ്യജാലങ്ങൾ വെച്ചുപിടിപ്പിച്ച് പച്ചപ്പ് നിലനിർത്താനുമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. അത് ശരിക്കും കേരളത്തിനും ആവശ്യമുള്ളതാണെന്ന് എനിക്ക് തോന്നി. ലാൻഡ്സ്കേപ്പിംഗ്, ബ്യൂട്ടിഫിക്കേഷൻ എന്നിവയ്ക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലും വരണം. അവർ വേണം ഓരോ കെട്ടിടവും പരിസരവും എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ലൈസൻസ് കൊടുക്കേണ്ടതും അവരാകണം. ബ്യൂട്ടിഫിക്കേഷൻ മാത്രമല്ല, മാലിന്യ നിർമ്മാർജ്ജനം കൂടി ആ മിനിസ്ട്രിയുടെ ചുമതലയിലാക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലായിടവും ഇതുപോലെ വൃത്തിയായി കിടക്കും. വൃത്തികേടാക്കുന്നവർക്ക് ഭീകരമായ പിഴയിടണം. ആദ്യഘട്ടത്തിൽ അത് നാടിന് നല്ലൊരു വരുമാനമായിരിക്കും. ലുല്ലുവിന്റെ പല ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ വഴിയരികിൽ കാണുന്നുണ്ട്. ഈ ഒമാൻ യാത്രയ്ക്കിടെ എത്രയോ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ ഞാൻ കണ്ടിരുന്നു.
GCC രാജ്യങ്ങളിലാകെ 250-ലധികം സ്റ്റോറുകളുണ്ടല്ലോ ലുലുവിന്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അൽ മൗജ് എന്ന ഒരു സ്ഥലം കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഡോക്ടർ യൂസഫ് കൊണ്ടുപോകുന്നത്. ഇവിടെ അടുത്തുതന്നെയാണത്. ശരിക്കും അൽ മൗജ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഞങ്ങൾ അതിന്റെ കോമ്പൗണ്ടിലേക്ക് കയറി. വലിയൊരു പടിപ്പുരയൊക്കെ കടന്നാണ് പോകുന്നത്. ദോഹയിലെ പേൾ ഐലൻഡ് പോലൊരു പ്രദേശമാണ് ഈ അൽ മൗജ്. വലിയൊരു റെസിഡൻഷ്യൽ പ്രോജക്റ്റാണിത്. ലക്ഷറി വില്ലകൾ, അപ്പാർട്ട്മെന്റുകൾ, ഗോൾഫ് കോഴ്സ്, റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, പാർക്കുകൾ, പ്ലേയിംഗ് ഏരിയകൾ എന്നിവയെല്ലാമുള്ള ഒരു പ്രോജക്റ്റ്. വലിയ സമ്പന്നരായ ആളുകൾ താമസിക്കുന്ന ഒരു നൈബർഹുഡാണിത്. 4000 റെസിഡൻഷ്യൽ യൂണിറ്റുകളുണ്ട് ഇവിടെ. ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണെന്ന് തോന്നുകയേയില്ല. ഇതിനകത്തുകൂടി ഈ വിധത്തിലുള്ള ഗതാഗത സംവിധാനം വരെയുണ്ട്. ഡിസൈൻഡ് ആയിട്ടുള്ള നല്ലൊരു ടൗൺഷിപ്പ്. ഒമാൻ ഗവൺമെന്റും മജിദ് അൽ ഫുത്തൈം പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയും സംയുക്തമായി വികസിപ്പിച്ചതാണ് ഇത്. 6.5 കിലോമീറ്റർ കടൽ തീരമുള്ള പ്രോജക്റ്റാണ്. അൽ മൗജിലെ താമസക്കാർക്കായി 400 യോട്ടുകൾ പാർക്ക് ചെയ്യാവുന്ന ഒരു മറീന വരെയുണ്ട്. ഓഷ്യൻ ഫ്രണ്ട് മാൻഷൻസ്, ലക്ഷറി വില്ലകൾ, അപ്പാർട്ട്മെന്റുകൾ, ടൗൺ ഹൗസുകൾ എന്നിങ്ങനെ 4 വിഭാഗത്തിലുള്ള റെസിഡൻഷ്യൽ യൂണിറ്റുകൾ ഇവിടെയുണ്ട്. ഓഷ്യൻ ഫ്രണ്ട് മാൻഷൻസ് അതിസമ്പന്നർക്ക് മാത്രം പ്രാപ്യമായവയാണ്. രസകരമായ പ്രോജക്റ്റാണ്. ഇങ്ങനെയൊക്കെയാണ് വയനാട്ടിലെ ചൂരൽമലയിൽ പുനരധിവാസത്തിനുള്ള പ്രദേശവും വീടുകളും ഞാൻ മനസ്സിൽ കണ്ടത്. കെംപിൻസ്കിയുടെ വലിയൊരു പ്രോപ്പർട്ടിയും ഇവിടെയുണ്ട്. കെംപിൻസ്കി വലിയൊരു ഹോട്ടൽ ചെയിനാണല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ ചെയിനുകളിലൊന്ന്. അവരുടെ ഒരു പ്രോപ്പർട്ടി അൽ മൗജിനുള്ളിൽ വന്നിരിക്കുന്നു. വഴിയോരങ്ങൾ, ഫുട്പാത്തുകൾ എല്ലാം ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് കൃത്യതയോടെ ഒരുക്കിയിരിക്കുന്നു. 2026 ഇവിടെ അസൂറ ബീച്ച് റെസിഡൻസ് എന്നൊരു പ്രോജക്റ്റ് കൂടി പൂർത്തിയാവും. ഞങ്ങൾ വാട്ടർ ഫ്രണ്ട് പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഹുക്ക എന്നൊരു റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻറ്റിന്റെ ഡിസൈൻ നമ്മെ അത്ഭുതപ്പെടുത്തിക്കളയും. നിലത്ത് ടൈൽ വിരിച്ചിരിക്കുന്നത് മുതൽ റൂഫിൽ ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന പർഗോളകൾ വരെ അതിഗംഭീരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. കലാകാരന്മാരായ ആർക്കിടെക്റ്റുകൾ ഡിസൈൻ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. ഒരു റെസ്റ്റോറൻ്റാണ് ഇതെന്നോർക്കണം. ടർക്കിഷ് വിഭവങ്ങൾക്ക് പ്രാധാന്യമുള്ള റെസ്റ്റോറന്റ്. ഹുക്കയുടെ പരിസരമാണ് അതിനെ ഏറ്റവും മനോഹരമാക്കുന്നത്. അകം ഒരു സാധാരണ റെസ്റ്റോറന്റ് തന്നെയാണ്. അതിനകത്ത് എനിക്ക് കയറണമെന്നേ തോന്നിയില്ല. പക്ഷേ ഈ മുറ്റം വ്യത്യസ്തമാണ്. മുകളിൽ എന്താണോ അതിൻ്റെ തന്നെ റിഫ്ലക്ഷൻ പോലെ നിലവും ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാർബിൾ തളം. ഇക്കാലത്ത് ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും ഒരു കെട്ടിടം പോരാ. ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ആംബിയൻസ് നിർബന്ധമാണ്. ലോക നിലവാരം എന്നാൽ ഇതൊക്കെയാണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇനിയും മനസ്സിലാകാത്ത കാര്യം. നല്ല അന്തരീക്ഷം, നല്ല കാറ്റ്. മറീനയാണ് മറുസൈഡിൽ. ഒരു ക്ലാസ് ആംബിയൻസ്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് ഒക്കെ ഇങ്ങനെയാക്കിയിട്ടാൽ എത്ര ഗംഭീരമായിരിക്കും. മറീനയിൽ ധാരാളം യോട്ടുകളും ബോട്ടുകളും ധോകളുമൊക്കെ കിടക്കുന്നു. അങ്ങേയറ്റത്ത് വലിയൊരു ധോ. അതിൽ ക്രൂസൊക്കെ നടക്കുന്നതാണ്. വൈകുന്നേരം അതിൽ കയറി കടലിൽ കൂടി ഒന്ന് കറങ്ങി ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ചു വരാം. ഈ ഭാഗം പല ലെവലുകളായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. നിലമൊക്കെ ഒരേ ഡിസൈനിലാണ്. മറീനയിലേക്ക് ആളുകളെയും സാധനങ്ങളുമൊക്കെ കൊണ്ടുപോകുന്നതാണ് ഇത്തരം ബഗ്ഗികൾ. പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ബഗ്ഗികൾ ഓടുന്നു. അങ്ങേ സൈഡിലും കാണുന്നത് അപ്പാർട്ട്മെന്റുകളാണ്. തീരത്തുകൂടി അങ്ങ് വളരെ ദൂരത്തിൽ അൽ മൗജിന്റെ പ്രോപ്പർട്ടികളുണ്ട്. ഫ്ളാറ്റുകളും സിംഗിൾ വില്ലകളുമെല്ലാമുണ്ട് അതിൽ. മറീനയിൽ സമ്പന്നരുടെ യോട്ടുകൾ. അൽ മൗജിലെ ലക്ഷറി വില്ലകളിൽ താമസിക്കുന്നവരുടെ യോട്ടുകൾ തന്നെയാണ് ഇതിൽ അധികവും. പലതും റെന്റിനും കിട്ടും. അതിന് വലിയ വാടകയാവും. മറീനയിൽ ഇത്തരം യോട്ടുകളും ബോട്ടുകളും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നതിന് തന്നെ വലിയ ഫീസുണ്ട്.
ജലവാഹനത്തിന്റെ നീളത്തിനനുസരിച്ചാണ് വാടക. അതാണ് മറീനയുടെ വരുമാനം. മറീന സംസ്കാരം നമ്മുടെ കുട്ടനാട്ടിലൊക്കെ വരേണ്ടതാണ്. കുട്ടനാട്ടിന്റെ കായൽ പരപ്പുകളിൽ ഇത്തരം മോഡേൺ ബോട്ടുകളും കൂടി ഇറക്കണം. ഹൗസ് ബോട്ട് മാത്രം പോരാ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിങ്, ആംബിയൻസ് എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. യാത്രകളിലൂടെ നമുക്ക് ആർക്കിടെക്ചർ മുതൽ ടൗൺ പ്ലാനിംഗ് വരെയുള്ള എന്തെല്ലാം ആശയങ്ങളാണ് ലഭിക്കുക. അത് യാത്ര ചെയ്യുന്നവർക്ക് മാത്രം മനസ്സിലാകുന്നൊരു കാര്യമാണ്. എല്ലാത്തരം ആശയങ്ങളും രൂപം കൊള്ളുന്നത് നമ്മൾ മറ്റൊന്ന് കാണുമ്പോഴാണ്. ഇവിടെ ഇങ്ങനെ ചില ചെറിയ കിയോസ്കുകളൊക്കെയുണ്ട്. നമ്മുടെ വഴിയോരങ്ങളിലെ തട്ടുകടകൾ ഇതുപോലെ വൃത്തിയും വെടിപ്പുമുള്ളതാക്കിയാൽ എത്ര നന്നായിരിക്കും. അത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. ഇവിടുത്തെ വാട്ടർ ഫ്രണ്ട് ഏരിയ മൊത്തത്തിൽ ഈ വിധം മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തതാണ്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവൊക്കെ ഇങ്ങനെയായിരുന്നെങ്കിൽ. ഓപ്പൺ റെസ്റ്റോറൻറ്റുകളുമുണ്ട് ഇവിടെ. ഹുക്കയ്ക്ക് പുറമേയുള്ള റെസ്റ്റോറൻറ്റുകൾ. അതെല്ലാം കുറേ നേരം കണ്ട ശേഷം ഞങ്ങൾ യാത്ര തുടരുമ്പോൾ വീടുകളുടെ ഒരു നിരയാണ് കാണുന്നത്. അതിൻ്റെ കളർ സ്കീമൊക്കെ അതിമനോഹരം. ചേർന്ന് നിൽക്കുന്ന വീടുകളാണ്. ഇത് അൽ മൗജിന്റെ പ്രോപ്പർട്ടി സെയിൽസിന്റെ സെന്ററാണ്. ഒരു എക്സ്പീരിയൻസ് സെന്റർ എന്നും പറയുന്നുണ്ട് ഇവർ. അതിന്റെ പോലും ഡിസൈൻ വളരെ മോഡേൺ ആണ്. കൊച്ചിയിലൊക്കെ ഇക്കാലമായിട്ടും ഇത്തരത്തിലുള്ള മോഡേൺ ഡിസൈനുകളോ ലാൻഡ്സ്കേപ്പിന്റെ കൺസെപ്റ്റുകളോ വളർന്നിട്ടില്ല. നൂറുകണക്കിന് ഏക്കറിൽ എങ്ങനെയാണ് വമ്പൻ ടൗൺഷിപ്പുകൾ ലോകനിലവാരത്തിൽ പണിയുന്നത് എന്നതിന്റെ മികച്ച മാതൃക തന്നെയാണ് അൽ മൗജ്. ഇത്തരത്തിലുള്ള പല റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികളുണ്ട് മസ്കറ്റിൽ. പുതുതായി പൂർത്തിയാവുന്ന 20,000 ഹൗസിംഗ് യൂണിറ്റുകളുള്ള സുൽത്താൻ ഹൈത്തം സിറ്റിയും അതിൽ ഉൾപ്പെടുന്നു. ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റുകൾ ഇന്നാട്ടിൽ എവിടെ തിരിഞ്ഞാലും കാണാം. അതെല്ലാം കടന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. ഇപ്പോൾ മസ്കറ്റ് നഗരം പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വടക്കു പടിഞ്ഞാറ് ദിശയിൽ യാത്ര തുടങ്ങി, അതായത് ദുബായിയുടെ ദിശയിൽ. ഇപ്പോഴും വണ്ടി ഓടിക്കുന്നത് ഡോക്ടർ യൂസഫ് തന്നെയാണ്. പക്ഷേ ഇവിടെ വെച്ച് ഡോക്ടർ യൂസഫ് യാത്ര പറയുകയാണ്. 3 ദിവസം ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. എന്തൊരു നല്ല മനുഷ്യൻ. കഴിഞ്ഞ 2 രാത്രി താമസിക്കാൻ മുറിയെടുത്തു കൊടുത്തത് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്ത എന്തോ വലിയ സേവനമാണെന്നാണ് ഡോക്ടർ യൂസഫിന്റെ ചിന്ത. അതിന്റെ പേരിൽ എന്നോട് എത്ര നന്ദി പറഞ്ഞിട്ടും അദ്ദേഹത്തിന് സമാധാനമാകുന്നില്ല. ഒടുവിൽ ഞങ്ങൾക്ക് പിരിയേണ്ട സമയമായി. ഒരാലിംഗനത്തോടെ ആ നല്ല സുഹൃത്തിനോട് യാത്ര പറഞ്ഞു. ഇത്തരം നിസ്വാർത്ഥ സുഹൃത്തുക്കൾക്ക് ഈ നാട്ടിൽ പഞ്ഞമില്ല. അദ്ദേഹത്തിന്റെ മകൾ കാറുമായി വന്നിട്ടുണ്ട്. യാത്ര പറഞ്ഞ് ഡോക്ടർ യൂസഫ് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഡോക്ടർ ഷാഫിയുടെ ഊഴമായിരിക്കുന്നു. ഒരു 5.5 മണിക്കൂർ വണ്ടി ഓടിക്കണം. ഈ മടക്കയാത്രയിൽ കാഴ്ചകളൊന്നുമില്ല. പറ്റുമെങ്കിൽ 1-2 ചായയോ കാപ്പിയോ കുടിക്കണം. അത്രയേയുള്ളൂ. നല്ല ഹൈവേ, വിട്ടടിച്ചു പോവുക തന്നെ. ട്രാഫിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഈ റോഡിന്റെ വലതുവശത്ത് കാണുന്ന മതിൽക്കെട്ട് ഒമാൻ സുൽത്താന്റെ കൊട്ടാരത്തിൻ്റെതാണ്. 1980കളിൽ പണി പൂർത്തിയായ കൊട്ടാരം. കൊട്ടാരത്തിന് പുറമെ നിരവധി ഓഫീസുകളും ഈ മതിൽക്കെട്ടിനുള്ളിലുണ്ട്. സന്ധ്യയായി. ഞങ്ങൾക്ക് ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ക്ലാസിക് ടീ എന്നൊരു ബോർഡ് കണ്ടു. കട മലയാളിയുടേതാണെന്ന് ആ ലക്ഷണം കാണുമ്പോൾ അറിയാം. കോഫി ഷോപ്പ്. ചായയുമായിട്ട് വരുന്നയാൾ മലയാളി തന്നെ. നല്ല സ്നേഹം, സന്തോഷം. സ്നേഹം മുഴുവൻ മധുരമാക്കി ചായയിലിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറെ പലഹാരങ്ങളും കൊണ്ടുവന്നു തന്നു. ലുക്കേമാത്ത് എന്ന പലഹാരമാണ്. ലുക്കേമാത്തിന് മുകളിൽ എന്തോ ഓർണമെന്റ്സ് ഒക്കെ ചാർത്തിയിട്ടുണ്ട്. ഡോക്ടർ ഷാഫി പോയി പണം കൊടുക്കാൻ ഒരു ശ്രമം നടത്തി. നടന്നില്ല. റെസ്റ്റോറന്റിന്റെ മുതലാളി തന്നെ വന്നു. നൌഷാദ് കൊടുവള്ളിക്കാരനാണ്. സഫാരിക്കും സഞ്ചാരത്തിനുമുള്ള ഞങ്ങളുടെ സ്നേഹമാണിത്. പൈസ തരരുത് എന്ന് അദ്ദേഹവും പറഞ്ഞു. ഇതാണ് നമ്മുടെ സഞ്ചാരത്തിനും സഫാരിക്കും ലോകത്തെവിടെ ചെല്ലുമ്പോഴും കിട്ടുന്ന സ്വീകരണവും സ്നേഹവും. വീണ്ടും യാത്ര. സൂര്യൻ താഴണോ വേണ്ടയോ എന്ന് ആലോചിച്ചു നിൽക്കുകയാണെന്ന് തോന്നും. നേരം ഇരുണ്ടുവരുന്ന കാഴ്ചകളിലൂടെ ഞങ്ങൾക്ക് ഇനിയും ദീർഘമായ യാത്രയുണ്ട്.
ഡോക്ടർ ഷാഫിക്ക് ലാൻഡ് ക്രൂസർ ഓടിക്കുന്നത് ഒരു ഹരമാണ്. സൂര്യൻ താണു. ഇനി മലകയറ്റം തുടങ്ങണം. ഹൈവേയിൽ നിന്നും അടുത്തതായി ഹത്തയിലേക്ക് തിരിയണം. അതിനു മുൻപ് സൊഹാർ എന്ന പട്ടണത്തിന്റെ കവാടം കടന്നു. പട്ടണത്തിലേക്ക് പോകുന്നില്ല. പുറത്തെ ഹൈവേയിലൂടെയാണ് യാത്ര. അവിടുത്തെ വിളക്കുകാലുകളും അതിന്റെ ഡിസൈനും, സന്ധ്യമയങ്ങുന്ന നേരത്തെ മനോഹര കാഴ്ച. ഒരു മോസ്ക്. സായന്തനത്തിൽ ഒരു നിഴൽ രൂപം പോലെ അതങ്ങനെ കാണുന്നു. ഇവിടെ ഒരു ചൈന മാർക്കറ്റുണ്ട്. വഴിയോരങ്ങളിലെ കടകളൊക്കെ ലൈറ്റപ്പ് ചെയ്തു കഴിഞ്ഞു. സന്ധ്യമയങ്ങുമ്പോഴുള്ള ഈ കാഴ്ചകൾ ഗംഭീരമാണ്. പിന്നെ ഞങ്ങൾ മലകയറ്റം തുടങ്ങി. ഹജർ പർവ്വതത്തെ മറികടക്കണം. ദീർഘമായ യാത്ര. ഇപ്പോൾ ഹത്തയിലെത്തിയിരിക്കുന്നു. ഒമാനും UAE-ക്കുമിടയിലെ ചെക്ക് പോയിന്റ് സ്ഥലമാണ്. ചരക്ക് ലോറികൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. 4 സ്ഥലത്തെ പരിശോധനകളുണ്ട്. 2 രാജ്യങ്ങളുടെയും കസ്റ്റംസിന്റെയും എമിഗ്രേഷന്റെയും. അത് കഴിഞ്ഞ് ഞങ്ങൾ ദുബായ് ലക്ഷ്യമാക്കി സഞ്ചാരം തുടർന്നു.